ആ നെറ്റ് ഞാൻ നിന്നോട് പറഞ്ഞ നെറ്റ് ആ കേരള വിഷനിൽ ഒട്ടത്തം. കേരള വിഷനല്ല, ഇപ്പൊ എയർടെൽ നമുക്ക് പണിയിരുന്നത്. എയർടെൽ ഞാൻ ചെയ്തല്ല, റീചാർജിന്റെ അല്ല, ആ അന്തോന്റെ പേര് പറയണ്ടല്ലേ ലൈവില്. മോനോട് ഇഷ്യൂ ഉണ്ട് തൊട്ട് വന്ന് ശരിയാക്കുന്നില്ല ഗൈസ്. ചത്താലും എയർടെലിന്റെ എയർ ഫൈബർ എടുക്കരുത്. ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ഉപദേശം, മനസ്സിലാവും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ബാക്കി ഏതെങ്കിലും ഒരു കസ്റ്റമർ ആണെങ്കിൽ ഓക്കെ. ഞാൻ ഡെയിലി ലൈവ് ചെയ്യുന്നൊരു കസ്റ്റമർ ആണേ, എയർടെലിന്റെ എയർ ഫൈബർ വെച്ച് ഡെയിലി ലൈവ് ചെയ്യുന്നൊരു കസ്റ്റമർ ആണേ. ആ കസ്റ്റമറിനോട് ഒരു ഇത്തിരി ഇത് കാണിക്കണ്ടേ ഈ എയർടെലുകാര്? കാണിക്കണ്ടേ? അതില്ല മോനെ. കേരള വിഷൻ ദൈവം, ആ കാര്യത്തിൽ കേരള വിഷൻ ദൈവമാണ്. ഞാൻ പറഞ്ഞുതരാം. കേരള വിഷനെല്ലാം ഒരു കോൾ ചെയ്താണ്ടല്ല, അവർക്ക് എപ്പോൾ എല്ലായിടത്തും സപ്പോർട്ട് ഉണ്ടാവും, മനസ്സിലായി? എല്ലായിടത്തും അവർക്കൊരു ഓൺലൈൻ സപ്പോർട്ട്. അല്ലെങ്കിൽ നമ്മൾ വിളിച്ചു പറഞ്ഞാലേ, നമ്മൾ വിളിച്ചു പറഞ്ഞാൽ കസ്റ്റമർ കെയർ എന്നല്ല, എയർടെലുകാരെ വിളിച്ചു പറഞ്ഞാൽ എന്താ പറയാ, കസ്റ്റമർ കെയറിൽ കംപ്ലൈന്റ് രജിസ്റ്റർ നോക്കാം. ഞാൻ അവന്റെ പേര് പറയാം, സുമീർ KY, അതാണ് അവന്റെ പേര്. ഓനെ ഞാൻ എപ്പം വിളിക്കും. ഓനാണ് എന്നെ ഫോഴ്സ് ചെയ്ത് വിടാം എയർടെൽ ഫൈബർ വെപ്പിച്ചത്. അത്ര അടിപൊളിയാന്ന് തൊട്ട്. എന്നിട്ട് എപ്പം നെറ്റ് കട്ടാകുമ്പോൾ ഞാൻ അവനെ വിളിക്കും. അപ്പൊ അവൻ എയർടെൽ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞിട്ട് സ്ട്രീം ചെയ്യാൻ. എനിക്ക് ഡെയിലി സ്ട്രീം ചെയ്യണടാ മോനെ. ആ കാര്യത്തിലൊന്നും മോനെ കേരള വിഷൻ ഗോഡ് കാര്യം പറ. വിളിച്ച അപ്പം വീട്ടിലേക്ക് വരും. കാര്യം അങ്ങനെയുണ്ടോ? ചാനലല്ല ഞാൻ പറയുന്നത്, വൈഫൈ, കേരള വിഷൻ വൈഫൈ ട്രസ്റ്റബിൾ 100%. പ്രൊമോഷൻ കേരള വിഷൻ ഗവൺമെന്റിന്റെ